എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു വെൽനസ് വിത്ത് ബിതു. എൻ്റെ പേര് വിധു ഹരിദാസ്, സർട്ടിഫൈഡ് ന്യൂട്രീഷനിസ്റ്റ്. ഭക്ഷണത്തിൻ്റെ കാര്യത്തിനെ പറ്റി നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ്, എന്തുകൊണ്ടിട്ട് ഈ കാലഘട്ടത്തിൽ നമുക്കിങ്ങനെ ഒരു ശ്രദ്ധ വേണം എന്ന് പറയാനുള്ള കാരണം എന്താണെന്നുള്ളതിനെ പറ്റി നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ഇന്നത്തെ കാലഘട്ടത്തിൽ എന്തെങ്കിലും ഒരു ആരോഗ്യ പ്രശ്നം ഇല്ലാത്ത ആൾക്കാർ കുറവാണ്. ഷുഗർ, പ്രഷർ, തൈറോയിഡ്, ഒബീസിറ്റി, ഇങ്ങനെ നിരവധി ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആൾക്കാർ, പല രീതിയിലുള്ള മരുന്നുകൾ കഴിക്കുന്ന ആൾക്കാർ, പല രീതിയിൽ ആരോഗ്യത്തിൽ ശ്രദ്ധ വേണ്ട ആൾക്കാർ, ഇതൊക്കെ ഉള്ള സമയത്തും നമ്മുടെ ആചാരങ്ങളൊക്കെ ഇന്നും നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ, ശരിയായ രീതിയിൽ ഭംഗിയായിട്ട് കൊണ്ടു നടക്കണ്ടേ. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്നത്തെ ജീവിത രീതി മൊത്തത്തിൽ മാറിപ്പോയി. അതായത് ഡെയിലി ആക്ടിവിറ്റിയുടെ സ്റ്റൈല് മാറി. അതെങ്ങനെയാണ് നമുക്കൊന്ന് നോക്കാം. അലക്ക് കല്ലിൽ അടിച്ച് നനച്ച് തുണി അലക്കിയിരുന്ന ആൾക്കാർ ഇന്ന് വാഷിംഗ് മെഷീനിലേക്ക് മാറി. അരകല്ലിലും അമ്മിക്കല്ലിലും ഒരലിലും അരക്കലും പൊടിക്കലും ചെയ്തിരുന്ന നമ്മൾ ഓരോരുത്തരും സ്വിച്ചിട്ട വർക്ക് ചെയ്യുന്ന മിക്സിയിലേക്ക് മാറി. ഇരുന്നും കുനിഞ്ഞും അടിച്ച് തുടച്ച് വീട് മുഴുവൻ വൃത്തിയാക്കിയിരുന്ന ഓരോ വ്യക്തികളും ഇന്ന് വാക്യൂം ക്ലീനറിലേക്ക് മാറി. നടന്ന് ജോലിക്കും കൃഷി സ്ഥലങ്ങളിലേക്കും അതുപോലെ അമ്പലത്തിലേക്കും പള്ളികളിലേക്കും പോയിരുന്ന നമ്മൾ ഓരോരുത്തരും ഇന്ന് കാറിലും സ്കൂട്ടറിലും സൈക്കിളിലുമായിട്ട് മാറി. എല്ലാ ശീലങ്ങളും നമ്മുടെ മാറി. പക്ഷേ ഒരു കാര്യം മാത്രം മാറിയിട്ടില്ല. അതെന്താണെന്നറിയോ? നമ്മുടെ ഭക്ഷണ രീതി ഇപ്പോഴും നമ്മുടെ കാരണവന്മാരും നമ്മുടെ പഴയ തലമുറ കഴിച്ചിരുന്ന രീതികളും ഒക്കെ നമ്മൾ ഫോളോ ചെയ്യും. പക്ഷേ അവർ ജീവിച്ചിരുന്ന ഒരു ജീവിത ശൈലിയല്ല നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. നമ്മുടെ കാരണവന്മാർ രാവിലെ 5 മണിക്കും 4 മണിക്കും ഒക്കെ എണീറ്റിരുന്നു. മൈലുകളോളം നടന്ന് അവരുടെ കൃഷിയിടങ്ങളിലേക്കോ ജോലി സ്ഥലങ്ങളിലേക്കോ അവർ പോയിരുന്നു. വളരെ ഭാരമുള്ള ജോലികൾ, അതായത് വളരെയധികം ഹെവി ആയിട്ടുള്ള ലോഡുകൾ എടുക്കലോ കൃഷി സ്ഥലങ്ങളിൽ കിളച്ച് പണിയെടുക്കലോ ഒക്കെ ആയിട്ട് ശരീരം നല്ലോണം അനങ്ങുന്ന വിധം ജോലികളാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ AC-യോ ലിഫ്റ്റോ എസ്കലേറ്ററോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ വീട്ടിലെ സ്ത്രീകളും അങ്ങനെ തന്നെയായിരുന്നു. അവരും ഒരു നേരം പോലും വീട്ടിൽ വെറുതെ ഇരുന്ന് കണ്ടിട്ടില്ല. രാവിലെ തൊട്ട് രാത്രി വരെ അവർക്ക് എല്ലാ പണികളും ചെയ്തു തീർക്കാനായിട്ടുള്ള സമയം പോലും തികയില്ലായിരുന്നു. ഇങ്ങനത്തെ ഒരു ജീവിത ശൈലിയിലുണ്ടായിരുന്നപ്പോൾ ഒരു 3000-4000 കലോറി വരെയൊക്കെ ഈസി ആയിട്ട് ബേൺ ചെയ്തിരുന്ന രീതിയിൽ നമ്മുടെ ശരീരം അനങ്ങിയിരുന്നു. വളരെ കലോറി റിച്ച് ആയിട്ടുള്ളൊരു ഫുഡ് കഴിച്ചാലും അവിടെ അത്ര വലിയ പ്രശ്നങ്ങൾ ഇല്ലാത്ത രീതിയിലായിരുന്നു അവരുടെ ജീവിതശൈലി. ഇനി നമുക്ക് ഇന്നത്തെ കാലഘട്ടമായിട്ടൊന്ന് കമ്പയർ ചെയ്യാം. റിച്ച് മീൽ അല്ലെങ്കിൽ ഒരു വളരെ കലോറി കൂടിയ ഒരു പ്ലേറ്റ് ഓഫ് ഭക്ഷണം ഒരു വ്യക്തിയുടെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ രണ്ട് കാലഘട്ടത്തിലെയും വ്യത്യാസം എങ്ങനെയാണെന്ന് ഒരു കഥ പോലെ നമുക്ക് മനസ്സിലാക്കിയാലോ. വിഭവസമൃദ്ധമായ ഒരു ഭക്ഷണ പ്ലേറ്റ്, ആ പ്ലേറ്റിലുള്ള ഭക്ഷണം പഴയ കാലഘട്ടത്തിലുള്ള ഒരു വ്യക്തിയുടെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ എന്താ സംഭവിക്കണമെന്നും പുതിയ കാലഘട്ടത്തിലുള്ള ഒരു വ്യക്തിയുടെ ഉള്ളിൽ ചെല്ലുമ്പോൾ എന്താ സംഭവിക്കണമെന്നും നമുക്കൊന്ന് നോക്കാം. ഫ്രൈഡ് ഐറ്റംസ്, ഭയങ്കര അധികം ഷുഗറി ആയിട്ടുള്ള ഡ്രിങ്ക്സ്, നിറച്ച് സ്വീറ്റ്സ്, കാർബോഹൈഡ്രേറ്റ് നിറഞ്ഞ ഭക്ഷണങ്ങൾ, എണ്ണപ്പലഹാരങ്ങൾ നിറഞ്ഞിരിക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പുള്ള ജീവിത രീതിയിൽ ഇതൊരു മനുഷ്യൻ്റെ ശരീരത്തിലേക്ക് ചെല്ലുമ്പോൾ എങ്ങനത്തെ വ്യക്തി? വളരെയധികം കഠിനാധ്വാനം ചെയ്യുന്ന ഒരു വ്യക്തിയും മൈലുകളോളം ദിവസവും നടക്കുന്നതും ഭാരപ്പെട്ട പണിയെടുക്കുന്നതുമായ ഒരു വ്യക്തിയുടെ ഉള്ളിലേക്ക്, അത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും അവരുടെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ എന്താ സംഭവിക്കണേ നമുക്ക് നോക്കാം. ഈ ഭക്ഷണം ഗ്ലൂക്കോസായിട്ട് പതുക്കെ ബ്രേക്ക് ഡൗൺ ആവുന്നു. ബ്ലഡ് ഷുഗർ കുറേശ്ശെ ഉയർന്നു വരുന്നു. ബോഡി ഇൻസുലിനെ റിലീസ് ചെയ്യുന്നു. പക്ഷെ അപ്പോഴത്തേക്കും ഒരു മെസ്സേജ് വരികയാണ് മസിൽസിൻ്റെ കയ്യിൽ നിന്ന്. മസിൽസ് പറയാണ്, ഞങ്ങൾ വളരെയധികം വിശന്നിരിക്കുകയാണ്, ഇത്രയധികം പണികൾ ചെയ്ത് ടയേർഡായിട്ടിരിക്കുന്ന അവസ്ഥയിൽ ഞങ്ങൾക്ക് ഗ്ലൂക്കോസിനെ മുഴുവനും വേണം എന്ന് പറഞ്ഞ് മസിൽസിൻ്റെ അടുത്ത് നിന്ന് മെസ്സേജ് വരികയാണ്. അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന ഗ്ലൈക്കോജൻ മുഴുവൻ തീർന്നു. അവിടുത്തെ സ്റ്റോർ കാലിയായി. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ ബ്ലഡിലെ ഗ്ലൂക്കോസ് നേരെ മസിൽസിലേക്ക് ചെന്നിട്ട് അവിടെ റീസ്റ്റോർ ചെയ്യാണ്. മെച്ചം വരുന്ന ഗ്ലൂക്കോസ് ഉണ്ടെങ്കിൽ മാത്രം അത് ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്യുന്നു. ഇവിടെ എന്താ സംഭവിച്ചത്? ഫുഡ് എന്തായിട്ടാണ് മാറുന്നത്? ഫുഡ് ഇവിടെ മാറുന്നത് സ്ട്രെങ്ത്, സ്റ്റാമിന, എനർജി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഇനി ഇതേ സെയിം പ്ലേറ്റ് ഭക്ഷണം ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു വ്യക്തി കഴിക്കുകയാണെങ്കിൽ ഇവിടെ എന്താ സംഭവിക്കണേന്ന് നോക്കാം. എങ്ങനത്തെ വ്യക്തികളാണ് ഇവർ? ഏത് നേരവും ഇരുന്നുള്ള ജോലി ചെയ്യുന്ന ആൾക്കാർ. അവർ ഏത് നേരം ഇരിക്കുന്നു, ഒന്നില്ലെങ്കിൽ വീട്ടിലെ കസേരയിൽ, അല്ലെങ്കിൽ കാറിൽ, അല്ലെങ്കിൽ ജോലിക്ക് പോകണം ജോലി സ്ഥലത്ത് ഇരിക്കുന്നു, ഇല്ലെങ്കിൽ രാത്രി കിടക്കയിൽ കിടക്കുന്നു. ഈ ഒരു അവസ്ഥയിൽ ജീവിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് ഇന്ന് നമ്മൾ ചുറ്റും കാണുന്നത്. ഇവർ വേർക്കുന്നില്ല, ഇവർ സ്റ്റെയർസ് കയറുന്നില്ല, ഇവർ നടക്കുന്നില്ല. ഇങ്ങനത്തെ വ്യക്തികളിലേക്ക് ഈ ഭക്ഷണം ചെല്ലുമ്പോൾ ഇവിടെയും ഭക്ഷണം ബ്രേക്ക് ഡൗൺ ആയി ഗ്ലൂക്കോസായി മാറുന്നു. ബ്ലഡിലെ ഷുഗർ മൈൽഡായിട്ട് കൂടുന്നു എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞെങ്കിൽ ഇവിടെ ബ്ലഡിലെ ഷുഗർ ഫാസ്റ്റായിട്ട് കൂടുകയാണ്. ഇവിടെ മസിൽസിൻ്റെ അടുത്തുനിന്ന് യാതൊരു വിധത്തിലുള്ള ഇൻറ്റിമേഷനും വന്നിട്ടില്ല. മസിൽസ് യാതൊരു രീതിയിലും എനർജി ഡിമാൻഡ് ചെയ്യുന്നില്ല. കാരണം അവരവിടെ വെറുതെ ഇരിക്കുകയാണ്. അവിടെ സ്റ്റോർ ചെയ്തേക്കുന്ന ഗ്ലൈക്കോജൻ, അതായത് ഗ്ലൂക്കോസിൻ്റെ സ്റ്റോർഡ് ഫോമാണ് ഗ്ലൈക്കോജൻ. അവിടുത്തെ ഗ്ലൈക്കോജനൊക്കെ അങ്ങനെ തന്നെ ഇരിക്കുക, അത് എടുത്തിട്ട് പോലുമില്ല. അപ്പോൾ മസിൽസ് പറയും, ഞാനൊരു പണിയും ചെയ്തിട്ടില്ല, എനിക്ക് തൽക്കാലം ഈ ഗ്ലൂക്കോസിനെ വേണ്ട. പക്ഷേ ഈ ഗ്ലൂക്കോസ് മുഴുവൻ എവിടെ പോകും? മസിൽസിന് വേണ്ടെങ്കിൽ. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഗ്ലൂക്കോസിനെ മുഴുവൻ ലിവർ എന്ത് ചെയ്യും? കൺവേർട്ട് ചെയ്യും. ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അതിനെ മുഴുവനും പല സ്ഥലങ്ങളിലായിട്ട് സ്റ്റോർ ചെയ്യും. നമ്മുടെ ഓർഗാൻസിൻ്റെ ഇടയ്ക്ക്, നമ്മുടെ ആർട്ടറീസിൽ, അവിടെ ഇവിടെയൊക്കെ പോയി ഇത് സ്റ്റോർ ആവും. അങ്ങനെ നമുക്ക് വിസറൽ ഫാറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ശരീരത്തിൻ്റെ ഉള്ളിൽ അടിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുന്നു. ഇൻസുലിൻ റെസിസ്റ്റൻസ് വരാൻ തുടങ്ങുന്നു.
ഇവിടെ എന്താ സംഭവിക്കണേ? നേരത്തെ ഫുഡ് എന്തായിട്ട് മാറി? എനർജി ആയിട്ട് മാറി, സ്റ്റാമിന ആയിട്ട് മാറി, സ്ട്രെങ്ത് ആയിട്ട് മാറി എന്ന് പറഞ്ഞു. ഇവിടെ എന്തായിട്ട് മാറണേ? ഒരു സ്റ്റോറേജ് ഫോം ആയിട്ട് മാറുകയാണ് നമ്മുടെ ഗ്ലൂക്കോസ് അല്ലെങ്കിൽ നമ്മുടെ ഫുഡ്. ഇവിടെ എന്താ മാറിയത്? ഫുഡാണോ മാറിയത്? അല്ല, മസിൽസിൻ്റെ ഡിമാൻഡാണ് ഇവിടെ മാറിയത്. നേരത്തെ ഭക്ഷണം കണ്ടത് അധ്വാനിക്കുന്ന മസിൽസിനെയാണ്, ഇന്ന് ഭക്ഷണം കാണുന്നത് വെറുതെ ഇരിക്കുന്ന കുറേ മസിൽസിനെയാണ്. ഇവിടുത്തെ ശത്രു ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ റിച്ച് ഫുഡല്ല ഇവിടുത്തെ ശത്രു. ഇവിടുത്തെ ശത്രു എന്ന് പറയുന്നത് ഇനാക്റ്റീവ് മസിൽസ് ആണ്. പിന്നെ കൺക്ലൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് മസിൽസ് ആർ ആക്റ്റീവ്, food become energy, and if muscles are not active, food convert into disease. അപ്പോൾ ഇതാണ് സ്റ്റോറിയുടെ കൺക്ലൂഷൻ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മസിൽസ് കോൺട്രാക്ട് ചെയ്യും അല്ലെങ്കിൽ അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, അത് ആക്റ്റീവായിട്ടിരിക്കുന്ന സമയത്ത് ശരീരത്തിൽ നിന്ന് ഇൻസുലിൻ്റെ ഹെൽപ്പ് ഇല്ലാണ്ട് തന്നെ മസിൽസിൻ്റെ ഉള്ളിലേക്ക് ഈ ഗ്ലൂക്കോസിനെ വലിച്ചെടുക്കാനുള്ളൊരു കഴിവ് അവർക്കുണ്ട്. കുറച്ച് ബാക്കി വരുന്ന ഗ്ലൂക്കോസ് മാത്രം ഫാറ്റായിട്ട് കൺവേർട്ട് ആവുന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം മുഴുവനും ഫാറ്റായിട്ട് മാറുന്നത് ആ ഗ്ലൂക്കോസിന് അവിടെ ചെന്ന് ചെയ്യാൻ വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ടിട്ടാണ്. അതിനുള്ള വഴി നമ്മളാരും ഒരുക്കി കൊടുക്കുന്നില്ല. ഈ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ നമ്മളൊരു നോമ്പ് കാലത്ത് ഇഫ്താറിൻ്റെ സമയത്ത് കഴിക്കുന്ന ഭക്ഷണങ്ങളോ ഇതിനെ ചൊല്ലി മാത്രമല്ല, ഇപ്പോൾ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ എല്ലാ വ്യക്തികളുടെയും അവസ്ഥ ഇന്ന് ഇത് തന്നെ. ഏത് സമയത്തും ഏത് ഭക്ഷണം കഴിക്കുമ്പോഴുള്ള അവസ്ഥ ഇത് തന്നെയാണ്. അപ്പോൾ എങ്ങനെ നമുക്ക് ഈ ഒരു പെരുന്നാൾ വളരെ ആരോഗ്യപൂർവ്വം ഫാസ്റ്റിംഗ് കഴിഞ്ഞിട്ടുള്ള ഭക്ഷണം എങ്ങനെ കഴിക്കാം എന്നുള്ളതിനെ പറ്റി ചെറിയൊരു ഐഡിയ തരാം. വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണങ്ങൾ നമ്മൾ കുറയ്ക്കുക. പലഹാരങ്ങളും മധുരപാനീയങ്ങളും അത് കഴിയുന്നതും അവോയ്ഡ് ചെയ്യുക. കഴിക്കാം, ആഴ്ചയിൽ ഒരിക്കലൊക്കെ നമുക്കൊരു ഒരു കൊതി തോന്നിയാൽ നമുക്ക് കഴിക്കാവുന്നതാണ്. പക്ഷെ അത് നിരന്തരം എല്ലാ ദിവസവും നമ്മളത് കഴിക്കുക എന്നുള്ളത് തൽക്കാലം നമ്മുടെ ആരോഗ്യം നല്ല രീതിയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അത് വേണ്ടാന്ന് വയ്ക്കുക. 1-2 ഈന്തപ്പഴം, ഒരു ഗ്ലാസ് വെള്ളം കഴിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഭക്ഷണം തുടങ്ങാം. ചെറിയ രീതിയിലൊരു സൂപ്പ് കഴിക്കാം. പിന്നെ കഴിക്കേണ്ടത് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കാം. മുട്ട, മീൻ, ചിക്കൻ, അതായത് ലീൻ മീറ്റ്, അതായത് ബ്രസ്റ്റ് പീസ് ആയിട്ടുള്ള, അതായത് ചിക്കൻ്റെ കാലല്ല ബ്രസ്റ്റ് പീസ് ആയിട്ടുള്ള ലീൻ മീറ്റ് കഴിക്കാൻ ശ്രമിക്കുക. കൺട്രോൾഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെ കാർബ്, അതായത് ഗോതമ്പാണെങ്കിലും അരിയാണെങ്കിലും വളരെ കൺട്രോൾഡ് ആയിട്ട് കഴിക്കുക. ഒരു കപ്പ് ചോറാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ 2 ഇരട്ടി പച്ചക്കറികളും പഴങ്ങളും നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ പച്ചക്കറികളുടെ അളവ്, അതായത് ഫൈബറിൻ്റെ അളവ് നല്ലോണം കൂട്ടുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ ശീലിച്ച രീതിക്കുള്ള വറുത്തതും പൊരിച്ചതും അതുപോലെ വളരെയധികം മധുരം കൂടിയ ഭക്ഷണങ്ങളും മധുരപാനീയങ്ങളും ഒക്കെ നമ്മൾ കുറച്ച് കൊണ്ടിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് നേരത്തെ നമ്മൾ കഥയിൽ കൂടെ മനസ്സിലാക്കി. The heavy food plus light activity is equal to heavy body and disease ആണ്. നമുക്ക് ഇന്ന് ജീവിക്കാൻ പറ്റാത്ത ഒരു ജീവിതശൈലിയുള്ള തലമുറയുടെ ഭക്ഷണ രീതിയാണ് നമ്മൾ അനുകരിച്ചുകൊണ്ടിരിക്കുന്നത്. ജീവിതശൈലി മാറി, ഭക്ഷണ രീതി ഇനി മാറണം. അപ്പോൾ ഇത് എല്ലാവർക്കും ബാധകമാണ്. ഇത് നമുക്ക് നോയമ്പ് കാലത്ത് മാത്രമല്ല, എല്ലാ വ്യക്തികൾക്കും ഇന്നത്തെ ജീവിതശൈലി മാറിയ നമുക്ക് എല്ലാവർക്കും ബാധകമാണ് ഈ പറയുന്ന ഭക്ഷണ രീതികൾ. വളരെയധികം ശ്രദ്ധിക്കണം. സേ നോ ടു ഫ്രൈഡ് items, sugar drinks, sweets, and say yes to fiber, protein, and turn yourself into a healthier you. ഈ ഭക്ഷണ രീതിയുടെ കൂടെ നല്ലൊരു ന്യൂട്രിയൻ സപ്പോർട്ടിന് വേണ്ടി എന്തൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ള നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, just give a thumbs up, and if you find it informative, just share with your friends. Stay tuned for my next video for more health tips. Thank you. Bye bye.